ഇത് ഗീത ജോൺ, തിരുവനന്തപുരം വെള്ളറട സ്വദേശിനി. 1990കളുടെ ആരംഭത്തിൽ മദ്യത്തിനെതിരെ ശക്തിയായി പ്രതികരിച്ച സ്ത്രീ ശക്തി. മദ്യത്തിന്റെ ഉപയോഗം മൂലം ഒരു നാട് തന്നെ ഇല്ലാതാകുമെന്ന ഘട്ടത്തിൽ അതിനെതിരായി പ്രതികരിക്കാൻ തന്റെ 21ാം വയസ്സിലാണ് ഗീത ഇറങ്ങിത്തിരിച്ചത്. 1993 ഞാൻ ആദ്യമായിട്ടൊരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഗ്രാമത്തിൽ ചാരായവാറ്റും വിൽപ്പനയും കൂലിത്തല്ലും ഗുണ്ടായിസവും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് എൻ്റെ പഠനം കഴിഞ്ഞ്, ഡിഗ്രിയുടെ പഠനം കഴിഞ്ഞ് വെറുതെ നിൽക്കുമ്പോൾ ആ പ്രദേശത്തുകൂടെയുള്ള ഒരു അവസ്ഥ ഭയങ്കര ഭീകരമായിട്ട് മാറുന്നു. ഈ അവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും ഞങ്ങളുടെ ഗ്രാമത്തിലെ മറ്റ് സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും അവിടെ സാമൂഹ്യ പ്രവർത്തനത്തിന് താല്പര്യമുള്ള കുറച്ച് യുവാക്കൾ, പ്രത്യേകിച്ചും റസ്ലേൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ചേർന്നിട്ട് ആ ഗ്രാമത്തിലെ സ്ത്രീകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ആ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന അവിടെ ബോധവൽക്കരണവും ഹൗസ് വിസിറ്റും ഒക്കെ നടത്തി കുറേ അധികം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ 1994 ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങിയ ഈ ഒരു സമരം ഒരു വലിയ മേഖലയിലേക്ക് മാറുകയും ഭീകരമായിട്ട് ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിലെ ഏറ്റവും ഒരു ക്രിമിനൽ പോലീസ് സ്റ്റേഷനായിരുന്നു വെള്ളറട. അതിന് കാരണം ഈ പന്നിമലയിലുണ്ടായിരുന്ന കൂലിത്തല്ലും ഗുണ്ടായിസവും ചാരായവാറ്റുമാണ്. പുറത്തുനിന്ന് എത്തുന്നവരായിരുന്നു അവിടെ വ്യാജവാറ്റ് നടത്തിയിരുന്നത്. പക്ഷെ ആ ഗ്രാമത്തിൽ ഉള്ള ആൾക്കാരെ അവരെ സംഘടിപ്പിച്ച് വാറ്റ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സ്വന്തം വീടുകളിൽ പെൺകുട്ടികൾ മാത്രം അവശേഷിക്കുന്നു. പുറത്തുനിന്ന് വരുന്നവർ അവിടെ സ്ത്രീകളെ ശരിക്കും അബ്യൂസിനിരയാക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. സ്വന്തം അച്ഛന് തന്നെ മകളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു ഘട്ടം വരെ എത്തുമ്പോഴാണ് ഞങ്ങളെ അത് വല്ലാതെ തളർത്തിയതും. അപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും എങ്ങനെയും എന്ത് വില കൊടുത്തും ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കണം, സാമൂഹികമായിട്ടുള്ള ഒരു സ്വൈര ജീവിതം തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ആക്ഷൻ കൗൺസിൽ വെള്ളറട എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആയിരത്തി 1994 ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്രാമം മുട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഞങ്ങൾ ചാരായ വിമുക്തമാക്കുകയും അടുത്ത പ്രദേശങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അമ്പൂരി, വെള്ളറട, കടയാലിമുട് എന്ന് പറയുന്ന 3 പഞ്ചായത്തുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നത്. ആ ഒരു ഘട്ടത്തിൽ വീണ്ടും സമരം ശക്തിപ്പെടുത്തുകയും 1994 ഡിസംബർ മാസം 10-ാം തീയതി മനുഷ്യാവകാശ ദിനത്തിൻ്റെ അന്നേ ദിവസം തന്നെ ഞങ്ങൾ സമരത്തിലായിരുന്ന, അതായത് ഞങ്ങൾ ഒരു ടോക്കൺ ധർണ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടർച്ചയായിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നടത്തി ഉപരോധ സമരം. ആ ഉപരോധ സമരത്തിനിടയിലേക്ക് ഒരു 94 ഡിസംബർ 10-ാം തീയതി വെളുപ്പിന് മരിച്ചുപോയി എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കണ്ടത്. ഞങ്ങൾക്കിപ്പോൾ ഉള്ള 17 പേരെയും 2 പോലീസിനെ ഉൾപ്പെടെ 19 പേരെ ആക്രമിക്കുകയും ഞങ്ങളുടെ ഷെഡ് കത്തിക്കുകയും ഞങ്ങളുടെ വാഹനങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ ഒരു ഭീകരമായിട്ടൊരു അവസ്ഥയായി. അപ്പോൾ ശരിക്കും ആ സമയത്താണ് സമൂഹം മനസാക്ഷി ഉണരുന്നതും കുറേ കൂടെ എല്ലാവരും ആ ഒരു വിഷയം ഏറ്റെടുക്കുകയും മാധ്യമങ്ങൾ രംഗത്ത് വരികയും ജാതിമത ഭേദമന്യേ എല്ലാവരും സംഘടിതമായിട്ട് വരികയും ചെയ്തുകൊണ്ട് ആ ഒരു സമരത്തിൻ്റെ മറ്റൊരു മുഖത്തേക്ക് ഉണ്ടായി. പിന്നെ 94-95 മുതൽ നീണ്ട സമരങ്ങൾക്കൊടുവിൽ വീണ്ടും 96ലേക്ക് കടക്കുമ്പോൾ ആ മേഖല മദ്യവിമുക്തമായി വരുന്നൊരവസ്ഥയുണ്ടെങ്കിലും തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് വാറ്റ് വ്യാപിക്കുകയും ആ വ്യാപിക്കുന്ന ആ സമയത്ത് തന്നെ വീണ്ടും തമിഴ്നാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടത്തുകയും അവിടെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ സമയത്താണ് 96 നവംബർ 3-ാം തീയതി വെളുപ്പിന് ഇതുപോലെ തന്നെ ഒരു ചാരായം കടത്തി വന്ന ഒരു ലോറി തടയുന്നതിനിടയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള രാജേന്ദ്രനെ ചാരായ ലോറി കയറ്റി കൊന്നുകളയുന്നു. വീണ്ടും ഞങ്ങൾക്കൊരു വല്ലാത്തൊരവസ്ഥയിലായി. കാരണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നാട്ടുകാർ ആക്ഷൻ
ഇടപെടലുകൾ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഈ വാറ്റ് കേന്ദ്രത്തിലേക്ക്. അവരെ തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു. അവിടുത്തെ യൂത്ത് മുഴുവനും മദ്യത്തിനും അതുപോലെ തന്നെ കഞ്ചാവിനുമൊക്കെ അടിമയായി. അവരെയൊക്കെ ബോധവൽക്കരിക്കുകയും അവരെ കുറേ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അവിടുത്തെ എന്താ പറയുക കത്തോലിക്ക സഭയുടെയും അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെയും ഒക്കെ ഒരു സഹകരണം ഉറപ്പാക്കുന്നതിനും ആ മേഖല ചാരായത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിനും കഴിഞ്ഞു. ഇതിനിടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു മാറ്റമുണ്ടായി. കാരണം സംസ്ഥാന തലത്തിലുള്ള മദ്യനിരോധന സമിതിയും മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഒക്കെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ടാണ് മുന്നോട്ട്. സ്ത്രീകൾ, ഒരു 300ഓളം വരുന്ന സ്ത്രീകൾ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് സംഘടിച്ചു വന്ന് ഈ വനിതാ ദിനത്തിൻ്റെ അന്നേ ദിവസം പെണ്ണുങ്ങളുടെ കണ്ണുനീര് വിറ്റ് കാശാക്കുന്നതിനെതിരെയുള്ളൊരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ദിവസം അതിഭീകരമായിട്ട് പോലീസിൻ്റെ വേട്ട ഞങ്ങൾക്കെതിരെ നടന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അടിച്ചു തകർത്തു. ഞാൻ ഈ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിനുള്ളിൽ പെട്ടു. അപ്പം ശരിക്കും എൻ്റെ സാരി വലിച്ചു പറിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു 3 മാസം ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു, വൈദ്യശാലയിൽ കിടക്കേണ്ടി വന്നു. ഭീകരമായിട്ടുള്ളൊരു മർദ്ദനത്തിന് ഇരയായി കൊണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു ആക്രമണത്തിന് ആകുമ്പോഴും ഈ 99-ലെ ഈ ലേലത്തിന് ശേഷം അത്തരത്തിൽ ഏകീകരിച്ചു കൊണ്ടുള്ള കള്ളിഷാപ്പ് ലേലം ഒരു നയം സർക്കാർ എടുത്തു മാറ്റുകയും അങ്ങനൊരു അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവുകയും ചെയ്യാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. വിവ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുകയാണ് ഗീത ഇപ്പോൾ. വിവയുടെ തന്നെ സംരംഭമായ ഓർഗാനിക് തിയേറ്ററും ഗോത്രരശ്മിയുമെല്ലാം സാമൂഹ്യ പ്രവർത്തനം മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്. എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖല തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടപെടലാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൈഡ് ഇൻസ്പിരേഷൻ വൈഡ് ആസ്പിരേഷൻ, അതായത് വിവ എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്രീ എസ്.എൻ. സുധീറാണ് അതിൻ്റെ സെക്രട്ടറി. അദ്ദേഹം 2010 മുതൽ വിവ എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിക്കുകയും നാടകോത്സവങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ഓർഗാനിക് തിയേറ്റർ, അതായത് കൃഷിയും നാടകവുമായിട്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് നാടകത്തെയും നാടൻ കലകളെയും കാർഷികതയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനകീയ കലകളായി മാറ്റി ഒരു പുതിയ സംസ്കാരത്തിന് രൂപം കൊടുക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഓർഗാനിക് തിയേറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥ രൂപീകരിച്ചത്. അപ്പോൾ ആ ഒരു ഓർഗാനിക് തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു പുതിയ ആശയത്തെ സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുന്നതിനും ഒരു പക്ഷേ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിൻ്റെ ജൈവതയും മനുഷ്യൻ്റെ ജൈവതയും സ്ത്രീയുടെ ജൈവതയും ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് ഒരു മുഖ്യധാരയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് എനിക്ക് ആ ഒരു ആശയത്തെ തോന്നിയിട്ടുള്ളത്. ആ ഒരു ആശയത്തോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് വിവയുമായിട്ട് ബന്ധപ്പെട്ട്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇത് നബാർഡിൻ്റെ ഭാഗമായിട്ട് വെള്ളറടയിൽ തന്നെ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അത് ഓർഗാനിക് തിയേറ്റർ നന്നായിട്ട് 2 വർഷത്തിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അതുമാത്രമല്ല ഈ ഒരു ഓർഗാനിക് തിയേറ്റർ എന്ന് പറയുന്ന ആശയത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തിക്കൊണ്ട് അതിന് ആ ഒരു കലാരൂപം കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. കടമ്പൻ മൂത്താൻ എന്ന് പറയുന്ന ഒരു കലാരൂപം, കടമ്പ കടക്കുന്നവൻ, കർഷകൻ്റെ സംരക്ഷകൻ എന്ന അർത്ഥം വരുന്ന കടമ്പൻ മൂത്താൻ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം SN സുധീർ തന്നെ രൂപീകരിക്കുകയും ഇതിൻ്റെ ഒരു ക്യാമ്പയിനും നാടകത്തിനുമൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ആർട്ട് ഫോമായിട്ട് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നിപ്പം ഒരുപക്ഷെ കേരളത്തിൻ്റെ ജൈവ കാർഷിക രംഗങ്ങളിൽ പുതിയ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട്, ഇന്നലകളിൽ നമുക്ക് നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗാനിക് തിയേറ്റർ ശക്തമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഹരിത കേരള മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വ്യാപിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഓർഗാനിക് തിയേറ്റർ നിൽക്കുന്നത്. മറ്റൊരു പ്രധാന മേഖല എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായിട്ട് നിർഭയ ഷെൽട്ടർ ഹോമുകൾ, കേരളത്തിൽ 12 നിർഭയ ഷെൽട്ടർ ഹോമുകളുണ്ട്. നിർഭയ ഷെൽട്ടർ ഹോമുകളിലെ കുട്ടികൾക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ട് അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും വിനിമയശേഷി വർദ്ധിപ്പിക്കുന്നതിനും നേതൃത്വശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരൊരു പക്ഷേ തങ്ങളുടെ ജീവിതം അവസാനിച്ചു, ഇനി അങ്ങോട്ട് മുന്നോട്ടൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാനും ഒരു പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന തരത്തിലോട്ടുള്ള ഒരു നല്ല മോഡ്യൂൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ പ്രോജക്റ്റുമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനവും നമ്മൾക്ക് നടന്നു. ഒരു പ്രവർത്തനം അത് കഴിഞ്ഞു, വീണ്ടും അത് തുടർന്ന് നടക്കുമെന്നുള്ളതാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വളരെ വലിയ ജനവിഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കേന്ദ്രീകരിച്ച് ഇരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ 5 സമുദായങ്ങളായിട്ടുള്ള മുതുവാൻ, മന്നാൻ, ഊരാളി, പളിയ, ഹിൽപ്പുലയ എന്നീ വിഭാഗങ്ങൾക്കിടയിൽ അവർക്കിടയിലെ കലകളിലൂടെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ ഭാഷയെയും അവരുടെ തനത് പാരമ്പര്യത്തെ വീണ്ടെടുത്തുകൊണ്ട് അവരെ തന്നെ തിരിച്ചറിയുന്നതിനും മുഖ്യധാരയിൽ അവരെത്തുന്നതിനും സഹായിക്കുക എന്നുള്ളൊരു രീതിയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. കലകളിലൂടെ അവരിലേക്ക് ചെല്ലുകയും അവരുടെ കഴിവുകളും വികസിപ്പിക്കുകയും അവരെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയും അവരെ അവബോധത്തിലൂടെ ശരിക്കും അവരുടെ നേതൃത്വം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ അവർക്കിടയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മദ്യപാനവും അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ഒക്കെ വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണം പറഞ്ഞാൽ സർഗാത്മകതയാണ് എൻ്റെ ലഹരി എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ എടുത്തുകൊണ്ട് അവരുടെ കലകളിലൂടെ അതിൻ്റെ സർഗാത്മകത വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ലഹരിയാണ് എന്നും ഒരുപക്ഷേ ഈ കിട്ടുന്ന ലഹരിക്ക് അപ്പുറത്തേക്ക് വരാനായിട്ട് യുവാക്കളെയും അതുപോലെ പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഇടപെടൽ നമ്മളവിടെ നടത്തുന്നുണ്ട്. അവിടെ PRA നടത്തുകയും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ആ 5 വിഭാഗങ്ങൾക്കിടയിൽ 60 ഗോത്രരശ്മി എന്ന പേരിലെ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തുകയും അവർക്ക് വേണ്ടിയിട്ട് ഓർഗാനിക് തിയേറ്റർ നമ്മൾ അവിടെയും ചെയ്യുന്നുണ്ട്. അവരുടെ കലകളും അവരുടെ കൃഷിയുടെയും ഒക്കെ വീണ്ടെടുപ്പായിട്ട് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവിടെ കൊച്ചു യൂണിറ്റുകളായിട്ട് അവർക്ക് വന്നിരിക്കാനൊരു ഇടം സൃഷ്ടിക്കുന്ന തരത്തിലോട്ട് അവരുടെ ഒരു സാംസ്കാരിക കേന്ദ്രം രൂപീകരിക്കുന്നുണ്ട്. 10 ഗ്രന്ഥശാലകൾ ആ മേഖലകളിൽ നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഗ്രന്ഥശാലകളോട് ചേർന്ന് അക്ഷയ കേന്ദ്രങ്ങളും അതോടൊപ്പം കൊച്ചു കച്ചവട വാണിജ്യ കേന്ദ്രങ്ങളും ഒക്കെ രൂപീകരിക്കാനായിട്ടുള്ള ഇടപെടലുകൾ നടന്നു വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരിക്കാനായിട്ടൊരു ഇടം ആദിവാസികൾക്കില്ല. മറ്റൊന്ന് ഇവരുടെ സമ്പത്തും ഇവരുടെ എല്ലാം ക്രയവിക്രയം നടത്തുന്നത് മുഴുവനും ടൗണുകളെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ മേഖലയിൽ അവർക്ക് കൂട്ടായി വന്നിരിക്കാനും ചർച്ച ചെയ്യാനുമായിട്ടൊരു ഇടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിവ ഫോക്കസ് ചെയ്യുന്നത്. ആ പുരുഷന്മാരിലും യൂത്തിലുമൊക്കെ വരുന്ന മദ്യപാനവും അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോർട്സ് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കാനും അവിടെ സോളാർ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവരെ കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് അവരുടെ കായിക ശേഷി വികസിപ്പിക്കുന്നതിനും അവരെ ഒന്ന് തിരിച്ചുവിടുന്നതിനുമുള്ള ഇടപെടലുകളുണ്ട്. സ്ത്രീകൾക്ക് വനിതാവേദിയും അതുപോലെ ഈ വായനയും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരെ ശക്തമായിട്ട് സംഘടിപ്പിക്കാനായിട്ട് ഇപ്പോൾ കുട്ടികൾ, സ്ത്രീകൾ, യൂത്ത്, കർഷകർ എന്ന് പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മുമ്പുണ്ടായിരുന്ന സമ്പന്നവും സമൃദ്ധവുമായിട്ടുള്ള അവരുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പം ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ശ്രീ SN സുധീറിൻ്റെയും സനതയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ പരിപാടി അവിടെ
ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ ജീവിതത്തിൽ വലിയൊരു ചലഞ്ചാണ് ഏറ്റെടുത്തതെന്ന് ഗീത പറയുന്നു. എന്നെ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും നയിക്കുകയൊക്കെ ചെയ്തത് വെള്ളറടയിലെ ഇപ്പോഴും ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായിട്ടുള്ള റസ്ലേൻ എന്ന് പറയുന്ന അണ്ണനാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 1993 ഞങ്ങളുടെ വെള്ളറട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയും ഒറ്റയ്ക്ക് നടന്നു പോവുകയും ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയെ ആയിരുന്നില്ല. ആ ഒരു സമയത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു സമരവും ആക്രമണങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ശരിക്കും മോശമായിട്ടുള്ള അവസ്ഥയെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളവിടെ ഉപരോധ സമരം നയിച്ച സമയത്ത് ഉപയോഗിച്ച നിരോധ കൊണ്ട് സമര സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ സ്ത്രീകളും പുരുഷന്മാരും മോശം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ആദ്യം ഞങ്ങളെ ഞെട്ടിച്ചത്. മറ്റൊന്ന്, ഈ 96 രാജേന്ദ്രൻ കൊല്ലപ്പെടുന്ന അതേ സമയത്ത് തന്നെ വലിയ കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉപദ്രവിക്കുന്നു എന്ന തരത്തിൽ എന്നെ ചങ്ങലക്കിട്ട് വലിക്കുന്ന ഒരു വലിയ പടങ്ങൾ ഉണ്ടാക്കി വലിച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ജയിലറകൾ മാത്രമെന്ന് പറയുന്ന വലിയ കട്ടൗട്ടുകൾ വെച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധമുണ്ടായി. ചുവരുകളിലൊക്കെ വളരെ മോശമായിട്ട് ഞങ്ങളുടെ മേഖലകളിൽ എഴുതി വെച്ചുകൊണ്ട് അശ്ലീലങ്ങൾ എഴുതി വെച്ചുകൊണ്ട് മോശമാണ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായി. എല്ലാറ്റിലും ഉപരി ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ 98, 99 ആയി അവസാനത്തെ ഹാർഡ് കോർ ക്രിമിനൽസിനെയും അറസ്റ്റ് ചെയ്യുന്നു എന്ന് വരുമ്പം പോലീസുകാരെയും നമ്മളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള നോട്ടീസുകളുടെ പ്രളയമായിരുന്നു. 11ഓളം നോട്ടീസുകളാണ് എനിക്കെതിരെ എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഇറങ്ങിയത്. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ലാത്തൊരിതുണ്ട്. എന്താ പറയുക, ഈ ഡെഫർമേഷൻ ഒരു കേസ് വരെ കിടക്കുകയാണ്. ഈ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുക. അത്തരത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഒരു സാധാരണ സ്ത്രീ എഴുന്നേറ്റ് മാറുന്ന ഒരു സ്ഥിതി പോലും 95, 96 ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥിതിക്ക് ഒരുപാട് മാറ്റമുണ്ടായി. ഇന്ന് എല്ലാവർക്കും സ്നേഹമാണ്, ബഹുമാനമാണ്, ഈ ഒരു അവസ്ഥ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പറയുന്ന ഒരു വല്ലാത്ത ഒരു 25 കൊല്ലം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു 15 കൊല്ലം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും എന്താ പറയുക, ഇടം പോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ശക്തമായിട്ടുള്ള ഒരു മിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവയൊക്കെയും ഞാൻ കടന്ന് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. സാമൂഹ്യപ്രവർത്തക എന്ന രീതിയിൽ തനിക്ക് വീട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിച്ച പിന്തുണയെക്കുറിച്ച് ഗീത പറയുന്നു. 1993 സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് വീട്ടിലെ അമ്മ, അതോടൊപ്പം ചേച്ചിമാർ, ചേട്ടൻ, അവരൊക്കെ കുഴപ്പമില്ല, ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഭയമുണ്ടെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന തരത്തിൽ അമ്മയുടെ ഒരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. വ്യാജ വാറ്റുകാർ എൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയും വീട്ടിലെ ഉപദ്രവിക്കുകയും ആ പ്രദേശത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അമ്മയുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവ്, ബന്ധുക്കൾ എല്ലാവരും സപ്പോർട്ടുണ്ട്. പക്ഷേ ആദ്യകാലങ്ങളിൽ ബന്ധുക്കളൊക്കെ എതിരായിരുന്നു. ആരും അങ്ങനെ താല്പര്യം എടുത്തിരുന്നില്ല ഈ ഒരു പ്രവർത്തനത്തിൽ തുടരാനായിട്ട്. തുടക്കത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് പോകുന്നുണ്ടോ എന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞോ എന്നെനിക്കറിയില്ല. ചുറ്റുപാടിലുണ്ടായൊരു പ്രശ്നത്തിനെതിരെ പ്രതികരിക്കുന്നു എന്നതിൽ അമ്മ ഒപ്പം വരികയും ചേച്ചിമാരൊപ്പം വരികയും ചേട്ടനൊപ്പം വരികയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർ ആദ്യഘട്ടം എല്ലാവരും കൂടെ നിന്നു. എങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോവുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മെല്ലെ ബന്ധുക്കൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും എല്ലാവരും സഹകരണത്തിൽ നിന്ന് മാറി നിൽക്കുകയും എന്നെ തിരുത്താനും അതിനകത്തുനിന്ന് പിന്തിരിയാനുമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി കൂടെ വരികയുണ്ടായി. എന്നോടൊപ്പം പ്രവർത്തനത്തിലുണ്ടായിരുന്ന ജയദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്നും ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഓരോ അനുഭവങ്ങളും നാളേക്കുള്ള കരുതലുകളുമാണ് ഒരാളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നത്.
ഗീതയ്ക്കുമുണ്ട് അത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ. എനിക്കൊരു ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം കുറച്ചധികം സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുമുണ്ട്. ഒരു പക്ഷെ അതൊരു ഹരിതാവസ്ഥയിലെന്ന് പറയാം നമുക്ക്. അതിനകത്ത് നിന്ന് ഒരു ജൈവാവസ്ഥയിലേക്കുള്ള ഒരു യാത്രയുണ്ട്. ആ ഒരു മാറ്റം ഓർഗാനിക് ആവുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഉള്ളിൽ ഉള്ള ഒരു ജൈവത വീണ്ടെടുക്കുകയും പ്രതികരണ ശേഷി ഉണ്ടാക്കുകയും എല്ലാവരും കുറച്ചുകൂടെ ഒരു സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾക്ക് നടത്തേണ്ടതുണ്ട്. ഹരിതാവസ്ഥയിൽ നിന്ന് ജൈവാവസ്ഥയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാവണം, വളർച്ച ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് തട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് തട്ടല്ല, രണ്ടും ഒന്നായിട്ട് വന്നുകൊണ്ട് ശരിക്കും നമ്മുടെ ഉള്ളിലെ ഒരു ജൈവ പ്രകൃതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു തരത്തിൽ ഒന്ന് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ലിംഗ പദവി എന്നൊക്കെ പറയുമ്പോഴും അത് എത്ര കണ്ട് സാധ്യമാകുന്നു എന്നറിയില്ല. പക്ഷെ ഞാൻ സ്വപ്നം കാണുകയാണ്, കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ സമൂഹം കുറേ കൂടെ ശക്തമായിട്ട് മുന്നോട്ട് വരും. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ചൂഷണരഹിതമായിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷനും ഒന്നു ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എവിടെ ഉണ്ടാകണം, അതാണ് എൻ്റെ സ്വപ്നം. സ്ത്രീ സമൂഹത്തോടും ഗീതയ്ക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന അവരുടെ അറിവാണ്. അതുമാത്രമല്ല, അറിവ് ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. വായനയും അറിവിലൂടെയും പ്രവൃത്തി പദത്തിലേക്ക് എത്താനായിട്ട് കഴിയണമെന്നുള്ളതാണ് എനിക്കൊരു ആഗ്രഹമുള്ളത്. ആരും മാറ്റി നിർത്താതാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ വളരെ ക്രിയാത്മകമാകണം. നമ്മുടെ പുതിയ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ്. നമ്മൾക്ക് മറ്റുള്ളവരെന്തു പറയുന്നു എന്നുള്ള ഒരു ചിന്ത പാടില്ല എന്നും, നമ്മൾ ചെയ്യുന്ന ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുന്നുവെന്നും അത് ആഴത്തിൽ ചെയ്യുന്നുവെന്നും വിവേകത്തോടെ ചെയ്യുന്നുവെന്നുള്ള തിരിച്ചറിവ് വേണം. അതിനുള്ള ഒരു വായന നമുക്കുണ്ടാവണം. ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൻ്റെ ഉൽപാദന വീര്യം എന്ന് പറയുന്നത് ഒരു സമൂഹം തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾക്ക് ഒരുപാട് ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം ഒരു പ്രത്യുൽപാദന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഒരു സ്ത്രീക്ക് കഴിയുമെന്ന് സ്ത്രീ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം അവൾ തന്നെ സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരാനായിട്ട് കഴിയണം. അതിന് കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ഒരു സമൂഹത്തോട് പറയാനുള്ളത്. പോരാട്ടവീര്യമുള്ള സ്ത്രീ ശക്തികളെ തന്നെയാണ് ഈ നാടിന് ആവശ്യം. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചുനിന്ന് പൊരുതി നേടാൻ ഗീതാ ജോണിന് കഴിയട്ടെ എന്ന് സ്ത്രീ ശക്തി ആശംസിക്കുന്നു.